സ്വാഗത പ്രസംഗത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അല്പം നേരത്തേക്ക് മറ്റൊരു തലത്തിലേക്കാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ ആലപ്പുഴ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ മത്സരമായ നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് മാറിയിട്ടുണ്ട്. 1952 ആരംഭിച്ച് നെഹ്റു ട്രോഫി വള്ളംകളി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കായിക സാംസ്കാരിക മാർഗമായിട്ട് ഉയർന്നിട്ടുണ്ട്. കുട്ടനാടിൻ്റെ സംസ്കാരം, കൃഷി, കർഷക തൊഴിലാളികൾ, ഈണങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പൈതൃകം എന്നിവയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ വള്ളംകളി. വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ ഉണർവ് നൽകുന്നതിനും ഈ വള്ളങ്ങളിൽ കൂടി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വള്ളംകളിക്ക് മാസങ്ങൾക്ക് നീണ്ട കഠിന പ്രയത്നങ്ങളും അതിൻ്റെ ആവേശത്തിലുമാണ് ആലപ്പുഴയൊട്ടാകെ. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കാനും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മഹത്തരമായ സന്ദേശം പകർന്നു നൽകുവാനും ഈ ജലമാമാങ്കത്തിന് കഴിയുന്നത് വലിയ പ്രത്യേകതയാണ്. ചുണ്ടൻ വള്ളങ്ങൾ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇതര രാജ്യങ്ങളിൽ കനോയിങ്, കയാക്കിങ്, റോവിങ് തുടങ്ങിയ മത്സരങ്ങൾ വ്യത്യസ്തമായിട്ട് ഒറ്റ സംഘമായ 100-ൽ പരം ആൾക്കാർ ചേർന്ന് തുഴയുന്ന ഒരേ ഒരു ജലമാമാങ്കം ചുണ്ടൻവള്ളം മാത്രമാണ്, വള്ളംകളി മാത്രമാണ്. അമരക്കാർ, നിലത്താളക്കാർ, നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ്. പുന്നമടയിലുള്ള തീരമാകെ നിറങ്ങൾ കൊണ്ട് ചാലിച്ച് എഴുതിയിരിക്കുന്ന പോലെയാണ്. ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളോളധികം വരുന്ന കാണികൾ ഈ മഴയെ അവഗണിച്ചുകൊണ്ട് ഈ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കാൻ കാണുവാൻ എത്തുകയാണ്. ഓരോ ജനങ്ങളും അവർ എവിടെ നിന്ന് വന്നാലും, ഏത് നാട്ടുകാരാണെങ്കിലും കുട്ടനാട്ടുകാരിട്ട് കൊടുക്കുന്ന താളത്തിനൊപ്പം താളം തുള്ളാനും ചാടാനും പാടാനും ഒക്കെ സന്നദ്ധമായിക്കൊണ്ടാണ് ഈ ഓരോ കാണികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ദേശമില്ല, ഭാഷയില്ല, വർണ്ണമില്ല, വർഗമില്ല, വർഗവിവേചനമില്ല, കക്ഷി രാഷ്ട്രീയങ്ങളില്ല. ഇവിടെ ആർപ്പുവിളികൾ മുഴങ്ങുന്നു, ആരവങ്ങൾ മുഴങ്ങുന്നു, ആവേശമുണ്ടാകുന്നു, വള്ളംകളി തുടങ്ങുന്നു. അങ്ങനെയുള്ളപ്പോൾ നമുക്കൊന്ന് ആർപ്പ് വിളിക്കാതെ എങ്ങനെയാ സാറേ ഈ കമന്ററി ഒന്ന് പൂർത്തിയാകുന്നത്? നമുക്ക് ഒരുമിച്ചൊന്ന് വിളിക്കാം, നമുക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അത് ചെറിയൊരു വിളിയാണ്. കാരണം ഞങ്ങൾ വള്ളത്തേലാണെങ്കിൽ ഇത്ര നീളമൊന്നും അല്ല ആർപ്പ് വിളിക്ക്. കാരണം ഞങ്ങളൊന്ന് ആർപ്പ് വിളിച്ചാൽ കുട്ടനാട്ടിൽ എവിടെ നിൽക്കുന്നവരെയും തിരിച്ചറിയാൻ പറ്റും. ലോകത്തിന്റെ ഏത് മൂലയിൽ കുട്ടനാട്ടുകാരൻ, ആലപ്പുഴക്കാരനുണ്ടെങ്കിൽ അവനെ തിരിച്ചറിയാനുള്ള ഒരു അടയാള വാക്യമാണ് ഈ ആർപ്പ് വിളി. കാരണം അത്ര ആവേശമാണ് കുട്ടനാട്ടുകാർക്ക് ഒരു ആർപ്പ് വിളി. ഇത് ഒത്തൊരുമയുടെ, കൂട്ടായ്മയുടെ, ഒത്തുചേരലിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, പങ്കിടലിന്റെ അടയാള വാക്യമാണ് ആർപ്പ് വിളി. അതെ, തീർച്ചയായിട്ടും നമ്മൾ ആർപ്പുവിളിയുടെ താളത്തിലാണ് വള്ളങ്ങളുടെ തുഴച്ചിൽ ശൈലി തന്നെ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഈ വള്ളംകളിയുടെ സ്റ്റുഡിയോയിലായതുകൊണ്ട് നമ്മുടെ ആർപ്പുകളുടെ ആരോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒന്ന് കുറഞ്ഞു പോയത്. സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു ട്രോഫിയുടെ വള്ളംകളിയിൽ ഒരുപാട് ചുണ്ടൻ വള്ളങ്ങളിൽ ട്രോഫി ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് നിന്ന് താളം പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ സാറിന്റെ ആർപ്പുവിളിക്ക് കുറച്ചും കൂടെ ആരവം കാണും. അതല്ല, അതിനേക്കാളും വരെ ഇപ്പം നമ്മൾ പറഞ്ഞത് മാസ്റ്റിൽ ആരംഭിക്കേണ്ട സമയമാണ്. ഓരോ കളിവള്ളങ്ങളും വന്ന് അവിടെ ചേരുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ 10 വിസിലുകളിലാണ് ഇത് കളിക്കുന്നത്. അത് വെള്ളത്തിന് മുകളിൽ ഒതുങ്ങിക്കിടക്കുന്ന 21 ജലപക്ഷികൾ ഒരേ സമയം ചിറക് വിടർത്തി അവ ചിറക് മടക്കി പറക്കാൻ ഉദ്ദേശിച്ചതിന് ശേഷം ചിറക് മടക്കി വീണ്ടും ജലത്തിൽ താഴ്ന്നു കിടക്കുന്നത് പോലെ തന്നെ, അല്ലെ പൊങ്ങിക്കിടക്കുന്നത് പോലെ ഉള്ള ഒരു ആവേശം കാണികൾക്കുണ്ടാകും. അതാണ് ഈ മാസ്റ്റലിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ കുട്ടനാട്ടിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുട്ടനാട്ടുകാരനെ തിരിച്ചറിയണമെങ്കിൽ 70-ന് മുമ്പായിരുന്നെങ്കിൽ അവന്റെ കാലിൽ ചെരുപ്പില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാണണമെങ്കിൽ, ഇന്ന് അവരെ അറിയണമെങ്കിൽ കുട്ടനാട്ടുകാർ ഒരു ആർപ്പ് വിളിച്ചാൽ കുട്ടനാട്ടുകാരൻ തിരിച്ച് വായ്ത്താരിയിടും. ആ വായ്ത്താരിയുടെ ആർപ്പിന്റെയൊക്കെ ശക്തി അത്രമാത്രം ഉണ്ടെന്ന് സൂചിപ്പിച്ചു. കുട്ടനാട്ടുകാരൻ ഏത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക്, ഏത് വിരോധങ്ങൾക്ക്, ഏത് വിദ്വേഷങ്ങൾക്കുണ്ടായാലും ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒരു അനൗൺസ് ചെയ്ത് ഒരു ആർപ്പ് വിട്ടാൽ അവർ ഒത്തുചേർന്നുകൊണ്ട് ജാതി, മത, വർണ്ണ, വർഗ വിവേചനമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒത്തുചേരുന്ന ഒരു കാഴ്ച കുട്ടനാടിന്റെ, ലോകത്തിന്റെ ചരിത്രത്തിൽ കുട്ടനാട്ടിൽ മാത്രം കാണുന്ന ഒരു സാംസ്കാരിക പൈതൃകമായി കിട്ടിയിരിക്കുന്ന മഹത്തായ ഒരു ആശയമാണ് കേരളത്തിൽ നടക്കുന്ന ജലോത്സവങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ടാവില്ല. അതെ സാറേ, നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമപുരത്തുവാര് തൊടുത്തു വിട്ട നദോന്നതയുടെ താളമായിരുന്നു വള്ളംകളിയുടെ താളം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നദോന്നതയുടെ താളം മാറി കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സാമിയെ അയ്യപ്പോ എന്ന് വിളിച്ചായിരുന്നു താളമായത്. അതിനുശേഷം പിന്നെ യേശുവേ മാതാവേ ആയി, പിന്നെ ആടിക്കുത്തട ഇന്നാടാന്നായി. ഇപ്പം അതെല്ലാം മാറിയിട്ട് വിസിലടിയുടെ സൗണ്ട് പോലും ഇല്ല, ട്രംപറ്റിൻ്റെ സൗണ്ട് മാത്രം. ട്രംപറ്റ്, ഇലത്താളം, ഇടിത്തടി, ഈ താളത്തിൽ വള്ളം
ചാട്ടുളി പോലെ നീന്തുകയാണ്. പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതേ കായിക താരങ്ങൾ തന്നെയാണ് ഇത് പണ്ട് മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 5 മിനിറ്റും 6 മിനിറ്റും ഒക്കെ എടുത്തിരുന്ന വള്ളം ഇപ്പോൾ 4 മിനിറ്റും 4 മിനിറ്റ് 10 സെക്കൻഡിലൊക്കെയാണ് പുന്നമടക്കായലിൽ ഫിനിഷ് ചെയ്യുന്നത്. അതൊക്കെ കുട്ടനാട്ടിലെ കായിക താരങ്ങൾ ആർപ്പുവിളിയുടെയും ആരവത്തിന്റെയും എല്ലാവരും അവരുടെ ശരി ഷാജി ആൻഡ് വിഷ്ണു, നമ്മൾ വീണ്ടും ഈ ആവേശത്തിലേക്ക് വീണ്ടും പ്രേക്ഷകരെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകും. അതിനു മുമ്പ്